അപ്പം ഞങ്ങള് വേറെ എനിക്കറിയില്ലേ ഇക്കറിയായിരുന്നു മറിച്ചിരുന്നു. ഹേ ഗായ്സ്, അപ്പം ഞങ്ങൾ വേറെ ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിക്കുന്നത്. അപ്പോൾ ഒന്നൊരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചലഞ്ചിനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുസൃതി ചോദ്യം ചോദിക്കുക, ഞാൻ ചോദിക്കും, ഇവരെ രണ്ടോടെ ആൻസർ പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് പണിഷ്മെന്റ് അല്ല നമ്മൾ ചെയ്യണത്, വേറെ പണിഷ്മെന്റ് ആണ് ചെയ്യണത്, അത് കുറച്ച് മേലെ, അത്രേ ഉള്ളൂ. അപ്പൊ തുടങ്ങല്ലേ ഗൈസ്. പണിഷ്മെന്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഗൈസ്. എന്താന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കറണ്ട് കൊണ്ട് ജോലി ചെയ്യുന്നു. കരഞ്ഞോണ്ട് ജോലി ചെയ്യുന്നു. ഇതൊക്കെ എന്ത് ചോദ്യല്ലേ? ഉള്ളി പൊളിക്കലാണോ? അയ്യേ, ജോലിയല്ലല്ലോ, അത് നമ്മൾ ചെയ്യുന്ന ജോലിയല്ലേ. ഇത് അവർ ആ ജോലി അത് ചെയ്യുമ്പോൾ കറണ്ടിട്ടാണ് ചെയ്യണത്. സിനിമ സീരിയൽ എന്തെങ്കിലുമൊക്കെ സിനിമയും സീരിയലൊന്നല്ല. എനിക്കറിയില്ല ഗൈസ്. ടൈം എനിക്കറിയില്ല ഗൈസ്. എന്തായിരിക്കും ഇനി ഗസ്? മെഴുകുതിരി. ശരിയല്ലേ? അയ്യോ, നിങ്ങള് ഗസ് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. ഞാനിത് ഇങ്ങനെ ഇവളെന്നെ ക്വസ്റ്റ്യൻ റെഡി ആക്കിയിട്ട് ഇവളെന്നെ വന്നതാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ ഇപ്പോഴാണ് ഗൈസ് ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ എടുക്കേണ്ടത്. ഇത് മുന്നേ ഇവർക്ക് അറിയുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് മുന്നേ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇവരൊക്കെ സാധ്യത കൂടുതലാണ്. എന്താ വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത ജാം. ട്രാഫിക് ജാം. കൈ പൊക്കിട്ട് വേണമെങ്കിൽ പറയാ. അതൊന്നും പണ്ട് കാര്യമില്ല, പറഞ്ഞാലും മതി. അപ്പൊ എനിക്ക് ഒരു പോയിന്റ്, ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അതാ ഞാൻ പറയാം, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ എവിടെയോ മുമ്പ് കേട്ട നല്ലൊരു ഓർമ്മ ഉണ്ട്. ഇലക്ട്രിസിറ്റി. കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിശപ്പുള്ള രാജ്യം. ഹംഗ്രി. ഹംഗ്രി. അങ്ങനെ രാജ്യമുണ്ടോ? അങ്ങനെ രാജ്യം ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല, കുസൃതി അല്ലേ. അതെങ്ങനെ അവൾക്കറിയാം? കടങ്കഥ വേറെ രീതിയിലാണല്ലോ. കടങ്കഥ എന്താ? കടങ്കഥ ഓടും കുതിര ചാടും കുതിര അത് ഇത് മറ്റേതല്ലത്, മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല, ഇതൊക്കെയാണ് കടങ്കഥ അല്ലേ ഗൈസ്? അതെ, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താ പറയാ, ആർക്കും ഇഷ്ടപ്പെടാത്ത ഭൂമി. മരുഭൂമിയാണ്. മീൻ ഭൂമിന്ന് ഇതില്, പക്ഷേ സ്ഥലം അങ്ങനൊക്കെ പറയാം. ഭൂമി, സ്ഥലം അങ്ങനൊക്കെ പറയാം. സ്ഥലത്തിന് വേറൊരു പേരുണ്ട്, ഞാൻ പറയുന്നില്ല. കുറേ ആൻസറിന്റെ പകുതി തന്നെ അതാണ്. അറിയൂല, എനിക്കും അറിയൂല. അടുത്ത ക്വസ്റ്റ്യൻ സീന. ആൻസർ എന്താ? ഉപദേശം. അതെങ്ങനെ ഭൂമിയാവും? ദേശം, സ്ഥലം. ഉപദേശം. അങ്ങനെ. ഇതിപ്പോ കുസൃതി ചോദ്യം പോലെയാണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി. അരണേ എടി, തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി. അങ്ങനത്തെ ജീവിന്റെ പേരുണ്ടോ? ആ ജീവിന്റെ പേരുണ്ട്. ശരിക്കുള്ളതാണ്. തലയിൽ കാലുള്ള ജീവി. തലയിൽ കാലുള്ള ജീവില്ല, തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി. പേനാണോ? പേനാണ്. ശരിയല്ലേ, നമ്മുടെ തലയിലെ കാലിച്ച് നടക്കല്ലേ. അപ്പൊ എനിക്ക് 3. ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. എന്തായിരിക്കും? ഒരുപാട് ആളുകൾ. ഒരു അക്ഷരം ഉണ്ടാണോ? ഒരക്ഷരം ഉണ്ട്. പറഞ്ഞതിലുണ്ട്. 6 അല്ല 6 ആണോ? പിന്നെ ഏതാ? എസ് ആണോ? ടി. ഇത് വല്ല പറയാലോ. ഇവർക്കൊന്നും അറിയുന്നില്ല കൈസ ചോദിച്ചിട്ട് വെറുതെ. 6 അല്ല, പിന്നെന്ത് എങ്ങനെയാണ്? ടി. എന്തുകൊണ്ടെന്ന് ചോദിക്കത്തില്ല, ആൻസർ ടി എന്നാണ്. എന്താണ് ടി? ടീലെന്താ? പാർട്ടി. ടി ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോറേജ് ഇല്ലാത്ത മേശ. സ്റ്റോറേജ് ഇല്ലാത്ത മേശ. തീൻമേശ. മറ്റേ ഇത് ടീമേ ഒന്നുമില്ല. സ്റ്റോറേജ്, സ്ഥലമില്ലാത്ത മേശ. ഞാൻ ചോദിക്കണമെന്നും ഇവർക്ക് അറിയുന്നില്ല. എന്റെ തെറ്റാണോ? അല്ല, നിന്റെ തെറ്റല്ലേ, ഞങ്ങളുടെ തെറ്റാ. എന്നാലും എന്താ? തോറ്റോ? സ്റ്റോറേജ് ഇല്ലാത്ത മേശ. എടി ക്ലൂതാ.
അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്, മേശൻ്റെ ഇംഗ്ലീഷ് വേർഡ്. ടേബിൾ. അതിൽ കൂടെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ടൈം ടേബിൾ. അങ്ങനെ സെജിലാക്ക് ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ല. എന്ത് സങ്കടം വരും. എന്ത് കാലിലറപ്പളോ? അതല്ല, അല്ലടി. അതായത് ഇല്ല, അത് മനസ്സിലായി. അത് ഓടുന്നുണ്ട്, ആ. പക്ഷെ ഇനി കാലില്ല. കാലില്ല, ഓടുന്നുണ്ട്. എയറോപ്ലെയിൻ. ചെരുപ്പ്. ചെരുപ്പ്. ഇതൊന്നുമല്ല. അത് ഓടുക ചെയ്യണ നടക്കുക ചെയ്യണ. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. നടക്കാറില്ലേ? അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലുള്ളതാണോ അത്? ശരീരത്തിൽ എങ്ങനെ? ശരീരത്തിലാണുള്ള ഡ്രസ്സാണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയും. അല്ല. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയും. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ലേ? അറിയില്ല. നമ്പർ പ്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കാഴ്ചയുള്ളവരും അന്ധരും ഒരുപോലെ കാണുന്നത് എന്തായിരിക്കും? അവര് ശരിക്കും പോലെ കാണുന്നത് ബ്ലാക്ക് കളറാണ്. നമ്മൾ കണ്ണോർക്കുമ്പോൾ ബ്ലാക്ക് ആണോ കാണുന്നത്? ശരിയാണെന്നില്ല. രണ്ടുപേരും പറയണ്ടല്ലോ, രണ്ടുപേർക്കും അത് കാണാനും പറ്റുന്നുണ്ട്. അതെന്താണ് സംഭവം? വെളിച്ചോ? വെളിച്ചെണ്ണ എവിടുന്ന കിട്ടി? കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും അറിയുന്നില്ല ചോദിക്കുമ്പോൾ. ഞങ്ങളിത് പഠിച്ചിട്ടൊന്നുമില്ലേ? അത് ശരി. എന്നാലും ഒന്ന് കുസൃതി ചോദ്യം ഇല്ലേ കൊണ്ടൊരു ഇത്. ഇവിടെ എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഫുള്ള് സീരിയസ് മൈൻഡ്. നമ്മളിപ്പോ ഉറങ്ങുമ്പോ സ്വപ്നം. സ്വപ്നം. ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ഥാനക്കയറ്റം തുടരുന്ന ഒരു ജോലി. നമ്മുടെ മുന്നിൽ വെണ്ടക്ക പോലെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം. തെങ്ങ്. ആണോ? തെങ്ങിലെന്താ? തേങ്ങ. തേങ്ങ ഉണ്ടെങ്കിൽ എന്താ? പോസ്റ്റ്. പോസ്റ്റോ? ഫോണ്. ഫോണോ? മതില്. എടി പൊട്ടത്തിയ ഒരു ജോലിയാണ് പറയുമ്പോ നിങ്ങൾ തെങ്ങ് പോലെ പാമ്പ് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഒന്നുകൂടെ പറയാ ക്വസ്റ്റ്യൻ കേട്ടോ. സ്ഥാനക്കയറ്റം തുടരുന്ന ജോലിയോ? ആ, സ്ഥാനക്കയറ്റം കിട്ടി. വ്ലോഗിങ്ങോ? വ്ലോഗിംഗ് ഒന്നല്ല. എല്ലാം പൊട്ടത്തിയാളായോണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. അതെ. സ്ഥാനക്കയറ്റം തുടരുന്ന ഒരു കിണറ്. ജോലി. കിണറ്. ഓ, കിണറിൽ സ്ഥാനക്കയറ്റം നമ്മൾ ഇറങ്ങിയിട്ട് കേറുണ്ടാവില്ല. തെങ്ങേറ്റം. അതെ, കറക്റ്റ് ആൻസർ. കൈ അടിക്കൂ. പിന്നെ കിട്ടിയോ? SSLCക്ക് ഫുള്ള് കിട്ടിയ പോലെ ഇങ്ങനെ ഉണ്ടാവില്ല സന്തോഷം. ശരി guys. വയ്യ ഗൈസ്. പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാ ഇത് കുറച്ച് ഈസാണ് തോന്നുന്നു, അറിയില്ല. ഞാൻ കേക്കട്ടെ, എന്നാലും ഞാൻ പറയാൻ പറ്റും. ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം. ഓ, സീനാണിത്. ഇത് ഓട്ട മത്സരമാണ്. ഇത് മറ്റേത്. അല്ല, ഇത് കബഡി. കബഡി. കബഡി ഒന്നും. അയ്യേ, അതൊന്നല്ല. എങ്ങനത്തെ കളിയടി? അല്ല, മത്സരടി. എന്നിട്ട് അല്ല എന്തടി? എടി പറയടി. ക്ലൂ ഒന്നുമില്ല. ക്ലൂ. സാധനാണോ? ജീവനുള്ളതാണോ? എടി, ഇതൊരു ഗെയിമാടി പൊട്ടത്തിന്. നമുക്ക് അറിയുന്ന ഗെയിമാണോ? നമുക്ക് അറിയുന്ന ഗെയിമാ. സുഖമായിട്ട് അറിയാം. ഫ്രീ ഫയർ. കള്ളനും പോലീസും. ഫ്രീ ഫയറിൽ അല്ല, പൊത്തിക്കളി. എടി എന്തോ ഞാൻ പോണ കഴിച്ചു. ഇവർക്കൊന്നും അറിയുന്നില്ല. തൊട്ടാപ്പിടുത്തം. തോണ്ടിയപ്പിടുത്തം. നിങ്ങൾ പണിഷ്മെന്റ് തോറ്റിന്റെ ഫ്രണ്ട് പോണ ഏത് കളിയല്ലോ? പിന്നെ അതിന് കളിന്ന് ആരും പറയണ്ട. മനസ്സിലായില്ല. നിങ്ങൾ തോറ്റോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാത്തോണ്ട് നിങ്ങൾ രണ്ടുപേർക്ക് പണിഷ്മെന്റ് ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ. കഴിച്ചേ പറ്റൂ. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. തോറ്റോ? ഞാൻ പറയട്ടെ? പടം വലി. മുഫിയെ ഇക്കറിയർന്നേ. തെറ്റാസിട്ട് ഞാൻ പറയണ്ടിരുന്നു. ഇക്കറിയായിരുന്നു. എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ദോശ ചുടുകയായിരുന്നു, പെട്ടെന്ന് ദോശ പറന്നുപോയി. എന്തുകൊണ്ട്? ചുടുമ്പോ എന്തിനാ ദോശ പറന്നു പോണ്? ദോശ അവിടെ ഇരുന്ന് ചോദിച്ചോക്കണം. പിന്നെ എന്തിനാ ദോശ ഇറങ്ങി പോയത്? അല്ലെ പറന്നു പോയിന്നോ? കാറ്റടിച്ചോ? ഇത് ശരിയാണെന്ന് അറിയില്ല കേട്ടോ. ദോശ കനല്ലാത്തോണ്ട. അല്ലല്ല, ദോശ ചുടുന്നയാള് ദോശക്കല്ല് മറന്നുപോയി ഇത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? അത് എനിക്കറിയില്ല, ഇതിലങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ദോശ പറന്നു പോവാ? ഇത് തെറ്റാണ് കൈസ്. ഇവളെ ഉടായിപ്പാണ്. ഒരാൾ ദോശ ചുടുകയായിരുന്നു, പെട്ടെന്ന് ദോശ പറന്നുപോയി. കാരണം അതിന്
ഈ ദോശക്കല്ല് ചട്ടി ഇട്ടില്ലെങ്കിൽ ദോശ വെച്ച് പിന്നെ ഇങ്ങടെ പോവാ. അത് പറന്നൊന്നും പോയില്ലല്ലോ, തീയിലേക്ക് വീഴില്ല. പറന്നിട്ടല്ലേ അടിയിൽ വീഴണത് അതന്നെ. അതായിരിക്കും. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. അത്രേ ഉള്ളൂ. അർദ്ധരാത്രിയാണ്. ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല, കയ്യിലൊരു തേങ്ങ മാത്രം. അദ്ദേഹം എങ്ങനെ ഉറങ്ങും? ഇത് മറ്റേ മരുഭൂമിയിൽ ബുള്ളറ്റ് കൊണ്ടിട്ട് അതുപോലത്തെ ക്വസ്റ്റ്യൻ. ആൻസർ നീളമുണ്ടോ? ഇല്ലല്ല, ഒരൊറ്റ ആൻസർ. അല്ല, കുറച്ച് ആ സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാന്നുള്ളത്. എങ്ങനെ ഉറങ്ങും? കിടക്കാൻ സ്ഥലമില്ല, എങ്ങനെ ഉറങ്ങും? തെങ്ങ് പൊളിച്ചുറങ്ങും. തെങ്ങല്ല കയ്യില്. ആ തേങ്ങ പൊളിച്ചിട്ട് തേങ്ങ തലയിൽ അവിടെ വെച്ചിട്ട് ഉറങ്ങും. കറക്റ്റ് ആൻസർ. തേങ്ങ തലയാണിയായി ഉപയോഗിച്ചിട്ട്. ചെടിയിൽ നിൽക്കുമ്പോൾ പച്ച, കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കറുപ്പ്, വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ സാധനം വരുമ്പോൾ ചുവപ്പ്. എന്തായിരിക്കും? വത്തക്ക. അതായത് തണ്ണിമത്തൻ. ഞോ അല്ല. പച്ച, കറുപ്പ്, ചോപ്പ്. മുറുക്കാനാണോ? മുറുക്കാനാണോ? വെറ്റില മുറുക്കാൻ. അല്ല, അത് ഉള്ളിലോ, അത് വേറെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. തിന്നുന്ന സാധനം നമ്മള് തിന്നിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ. മാങ്ങ. അല്ല. മാങ്ങ എന്താ കറുപ്പുണ്ടാവുക? ശരിയല്ലേ? മുന്തിരി. മുന്തിരി കറുപ്പുണ്ടാവുക. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമാണോ? നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ട്. കൊയ്യാക്ക. അല്ലല്ല, കൊയ്യക്കല്ല. കൊയ്യക്ക എങ്ങനെയാ ചോപ്പാകും മോളെ? പിന്നെന്താണ് നിന്റെ അപ്പുറത്തെ വീട്ടിലുണ്ടെന്നാ പറഞ്ഞേ? ദൈവ വീട്ടിലുണ്ട്, കൊറേ ഉണ്ട്. മൾബറി പറഞ്ഞുകൂടാ. അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പൊ എങ്ങനെ ചോപ്പ് ഇതില് ചോപ്പ് എങ്ങനെ കറി വെക്കുമ്പോൾ? അല്ല. തേങ്ങ ചെടിയിലുള്ള എന്താ? പച്ച. അത് പൊളിച്ചിട്ടല്ലേ നമ്മള് കടയിൽ കൊണ്ട് പൊളിക്കാല്ലേ കടയിൽ കൊണ്ട് കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും? പൊളിക്കാത്തപ്പോ അത് ഉണങ്ങിയ ശേഷം കൊണ്ട് കൊടുക്കണം. അപ്പൊ ബ്ലാക്ക് കളറല്ലേ ഉണ്ടാവുക. അത് പൊളിച്ചതിന് എന്താ ഉണ്ടാവുക? ക്രീം കളർ. ഒരു ചോപ്പ്. അതിൽ അങ്ങനെയുള്ളത് ചോപ്പ് ഒരു കളറല്ലേ? വ്യത്യാസം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്കാരെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷ് നാട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടാവുക. പേനയുമായി നടക്കുന്ന ജീവി. പേന. ഹെഡ് മാസ്റ്ററോ? അല്ലല്ല, അതൊന്നല്ല. അത് ഞാൻ അപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ അതല്ല. ജീവി തന്നെ ആണോ ഇത്? ജീവുള്ളത് നമ്മുടെ പെൻഗിൻ. യെസ്, പെൻഗിൻ. കറക്റ്റ് കേട്ടോ. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സുഖം. അസുഖം. കറക്റ്റ്. വരനും വധുവും ആദ്യം കഴിക്കുന്നത് എന്താണ്? കല്യാണം കറക്റ്റാണ്. ഫുഡ്. അല്ലല്ല, കല്യാണം തന്നെ. വിവാഹം എന്നാണ് ഇതിലുള്ളത്. കല്യാണം തന്നെയാണല്ലോ വിവാഹം. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. ചെരുപ്പ്. ചേമ്പിന്റെ ഇല. നനയാത്തത്. കുസൃതി ചോദ്യം അടവേ. എന്താണിത്? താമര. സോറി, അത് എന്താ ഒരു സാധനമാണോ? തിന്നുന്നതാണോ അതോ ഇടുന്നതല്ല? ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. കൊറേ ടൈം കൊടുക്കണ്ട. ഇവര് വെറുതെ രണ്ടാൾക്കും പണിഷ്മെന്റ് ഉണ്ടോ ഉറപ്പാ? എന്താ വെച്ച് കഴിഞ്ഞാ എന്തായിരിക്കും? ഇടി കുസൃതി ചോദ്യം മേണ്ടിലെടുക്ക്. അതിന്റെ ഒരു സാധനമാണോ? അത് സാധനമാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സാധനം മീൻസ് നമ്മൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നതോ. ഇടുന്നതോ? വേറെ അതൊന്നുമല്ല. വേറെ ഇത് ഏതാണെന്ന് അറിയാത്തതുള്ളത് പറയും. കുസൃതി ചോദ്യല്ലേ പൊട്ടന്മാരെ കഴിക്കുന്നത്. എടി കുസൃതി ചോദ്യത്തിന്റെ വേണ്ടിയിലെടുക്കടി നിങ്ങള്. പറയട്ടെ, ഞാൻ പറയട്ടെന്നാ. നിഴല്. അതെനിക്കറിയില്ലേ? പ്ലേറ്റ് ഇങ്ങനെ മറിച്ചിരുന്നില്ല. ആർക്കും കേൾക്കാൻ പറ്റാത്ത ശബ്ദം. കേൾക്കാൻ പറ്റാത്ത ശബ്ദം. ശബ്ദം കേൾക്കാൻ പറ്റുമല്ലോ. കേൾക്കാൻ പറ്റാത്ത ശബ്ദം. ശ്വാസമാണോ? അത് ഇതുണ്ടല്ലോ, ലാലേട്ടനില്ലേ ബിഗ് ബോസ്, അതിൽ ആരടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട് മറ്റേ ഇതാണെന്ന് പറയുന്നുണ്ട്. സൈലന്റ് ആണോ? മലയാളം. നിശബ്ദം. നിശബ്ദത. നിശബ്ദത. അടുത്ത ക്വസ്റ്റ്യൻ. എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി. പാവക്കുട്ടി. കറക്റ്റ് ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ ആണ്.
1 കൊല്ലം ഉറപ്പായും ഗ്യാരണ്ടി ഉള്ള വസ്തു. ഉപയോഗിക്കുന്നതാണ് നമ്മളത് ഇപ്പൊ ഫോണിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. TV അല്ല മോളെ, റേഡിയോ 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 ഒന്നുമല്ല, സ്പീക്കർ, ഈ അങ്ങനത്തെ വസ്തു അല്ല. എന്താ എടി നമ്മുടെ സംഭവം ഇതില്ലാതെ അതില്ല, അതാണ് അത്. സിമ്മോ? സിമ്മല്ല, ഫോണോ? റീചാർജ്? ഇതൊന്നും ഒരു ബന്ധമില്ല അതുമായിട്ട്. പിന്നെ 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. എടി ഫോണാണോ? എടി ഫോണല്ലേടി. 1 ഇയർ ഗ്യാരണ്ടി എന്ത് തേങ്ങക്കപ്പത്? മനസ്സിലായില്ല എടി, നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേടി, ഒന്ന് ബുദ്ധിക്കിട്ട് കളിക്ക്. നമ്മളെ മുന്നിലുണ്ടോ ഇപ്പൊ ആ സാധനം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. ഇസ്തിരിപ്പെട്ടി? കിണ്ടി. ഈ വസ്തുവിന്റെ പേരൊക്കെ പറയുന്നത് അതൊന്നുമല്ല. കലണ്ടർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 വർഷം ഗ്യാരണ്ടി. ഓക്കെ 6നോട് 3 കൂട്ടിയാൽ 9, ഗുണിച്ചാൽ 18, കുറച്ചാൽ 3 കിട്ടുന്ന ഒരു സ്ഥലം. മൂന്നാർ. അതല്ല ഇത്. നമ്മള് പോയിട്ടുണ്ടോ? ഓ പിന്നെ, നമ്മൾ ചെറുപ്പത്തിൽ അവിടെ തന്നെ ഇരുന്നു. അയ്യോ ബാത്റൂം ചെറുപ്പത്തിലടി. ഇപ്പഴും നീ അവിടെ തന്നെ. നിങ്ങളൊക്കെ ഹോസ്പിറ്റലാണോ? ചെറുപ്പത്തിൽ പോയ സ്ഥലം പിന്നെ ഏതാ? സ്കൂള്. യെസ്, കറക്റ്റാണ്. സ്കൂളിൽ തന്നെയല്ലേ മാത്സ് പഠിപ്പിക്കുന്നത്. ഓ എടി, മത്സ്യങ്ങൾ ഭയപ്പെടുന്ന ഒരു ദിവസം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വെള്ളിയാഴ്ചയാണോ? ശനിയാഴ്ച? വെള്ളിയാഴ്ചയാണ് കറക്റ്റ് ആൻസർ ആണത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഭയപ്പെടുന്നത്? അത് മീനുകള്. ഫ്രൈഡേ ആയോണ്ട്. ഓ ഫ്രൈഡേ. ചിലപ്പോ ഇടുന്ന കാര്യം അത് നമ്മളിപ്പോ ലൈവായിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. വെള്ളത്തിൽ അലിയുന്ന പൂ. വെള്ളപ്പൂ. വെള്ളത്തിൽ അലിയുന്ന പൂ. താമര. പൂ എന്നുള്ള മെയിൻ ഉണ്ടാക്കണ്ട. വെള്ളത്തിൽ അലിയുന്ന സാധനം. ഐസും കട്ട? ഐസ് കട്ടൊന്നുമില്ല. വെള്ളത്തിൽ അലിയുന്ന സാധനം. വെള്ളത്തിൽ അലിയുന്നല്ലേ ഐസും കട്ട? അതാ ഐസ് വെള്ളത്തിന്റെ കട്ടാവുന്ന. പഞ്ഞിമുട്ടായി. എടി അലിഞ്ഞു പോവല്ലോ. അലിഞ്ഞു പോവുമ്പോ മെഴുകുതിരി. കാണിച്ചാ നീ വെള്ളത്തിലോട്ട് അലിയുന്നേ. മണ്ണ് കല്ല്. അതെങ്ങനെ അലിഞ്ഞു പോവാ മോളെ? മണ്ണായിരിക്കും. മണ്ണൊന്നും അലിയത്തില്ല. പിന്നെന്താ? കൺമഷി, ലിപ്സ്റ്റിക്ക്, ഐലൈനർ. എടി കുസൃതി ചോദ്യമാണ്. നമ്മള് ഇവള് ഡെയിലി യൂസ് ചെയ്യണ്ടോന്ന് അറിയുന്നില്ല, ഇവള് ഡെയിലി യൂസ് ചെയ്യുന്ന അറിയില്ല. ഞാൻ എന്തായാലും ഇടക്കിടക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് മഞ്ഞള്. പിന്നെന്താ അവള് യൂസ് ചെയ്യുന്ന? തൈരോ? സോപ്പ്. എടി നമ്മള് യൂസ് ആക്കില്ല എന്ന് പറയണക്ക് നേരെ തിരിച്ചാ വരിക. ഇവള് ഇക്കാവ് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇത് പെട്ടെന്ന് ഇതാർക്ക് മെയിനിൽ വന്നു. അത് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം. മൂക്കിന്റെ പാലം. മൂക്കിന്റെ പാലല്ല, അതുപോലത്തെ വേറൊരു പാലാണ്. ശരീരത്തിലുള്ളതാണോ? ശരീരത്തിലുള്ളതാണ്. നാക്കിലൂടെ പാലുള്ളേ. അയ്യോ ഐബ്രോ. ഇത് ഈ പാലം നെറ്റിയിലുള്ള പാലം വരിക. ഇതിപ്പോ ഇതിലുള്ള ഈ മലയാള വേർഡ്സ് ഇത് എവിടെ ഉള്ളതാണെന്നൊന്നും അറിയത്തില്ല. ഈ പാലം എവിടെയുള്ളത് എന്നൊക്കെ അറിയില്ല. അത് എന്നിട്ട് നമ്മൾ ചോദിക്കണത്. അതായത് ആൻസർ അറിയാടോ. അതെന്ത് പാലം നമ്മള് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാനും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് അങ്ങോട്ട് എടി അല്ല എടി, നമ്മുടെ മുഖത്തുള്ള സാധനമാണ്. മുഖത്താണ്. ഇപ്പൊ പാലം എന്ന് പറയുമ്പോ മൂക്കിന്റെ പാലം എന്ന് പറയുന്ന പോലെ വേറെ എവിടേക്ക് പാലുള്ളത് ആലോചിച്ച് നോക്ക്. ചെവിന്റെ പാലം അല്ല, ചെവിയല്ല. കണ്ണിന്റെ കൃഷ്ണമണി. കൃഷ്ണന്റെ കൺപാലം. അതെ ഏതാണ് കൺപാലം? അത് എവിടത്തെയാണ്? അതെനിക്കറിയില്ല. ഈ ഇവിടെ ഉള്ളതാണോ? ഇങ്ങനെ ഇവിടെ ഉണ്ടോ? അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചലഞ്ച് അവസാനിക്കും. അപ്പോൾ ഇതിലെ ആൻസർ പറയുകയാണെങ്കിൽ അത് അവരുടെ ഒരു ഭാഗം. എന്തായാലും അവളെ ജയിക്കാൻ പോണേ. കുസൃതി ചോദ്യമാണോ ചോദിച്ചാൽ അറിയില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം. നമ്മള് കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നാട്ടിലെ കണ്ടോ? അതെന്തോ? തോറ്റു. വാള. അപ്പൊ ഗായ്സ്, പണിഷ്മെന്റ് ആയിട്ട് ഉമ്മച്ചിമാരാണ് സാധനം കൊണ്ടുവരുന്നത്. അതെ ഗായ്സ്, ഇതിനാക്കി ഞങ്ങൾ കൊടുക്കാൻ പോണത് കാന്താരി മുളക. അപ്പൊ എന്തായാലും കഴിച്ചേ പറ്റൂ. അങ്ങോട്ട് പോയി കഴിക്കും. സെറ്റ്.
ഫേക്ക് അല്ല ഗൈസ്, ഒറിജിനൽ. അത് കുഴിച്ചിടണം. ഞാൻ നല്ലൊരു ചെടിയാണ്. ഉമ്മതാ കരിയണ ഗൈസ്. ഓക്കെ. തീരെ എരിവില്ല. അതെ, കാന്താരി മുളക് ആയതുകൊണ്ട് തീരെ എരിവുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്. ബൈ ഗായ്സ്. Bye guys.